മോൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ സിസ്റ്റർ, ഷിബിനുൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ നേർന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ചോറ് കൊടുക്കണമെന്ന്. അപ്പം പിന്നാവാന്ന് കരുതിയിട്ട് നമ്മൾ കുറേ മാറ്റി വെച്ചിട്ടുണ്ടായി. ഇനിയും ലേറ്റ് ആക്കണ്ടെന്ന് കരുതി എന്തായാലും ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ പോകാമെന്ന് കരുതി. അപ്പം അനഘയൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മക്കളൊക്കെ കുട്ടി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ കുട്ടികൾ ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായി. അതുകൊണ്ട് എണീക്കാനും വൈകി. അതുകൊണ്ട് തന്നെ പോവാനും കുറച്ച് വൈകിട്ടുണ്ടായി. നമ്മളൊരു 7:30 അങ്ങനെ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇവിടുന്ന് ഏകദേശം ഒരു 26 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്ന നോക്കിയപ്പോൾ ഉണ്ടായി. അപ്പം പിന്നെ എവിടെയും ഇറങ്ങാനൊന്നുമില്ല. എന്തായാലും നേരെ അവിടെ ചെന്നിട്ട് ബാക്കി ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അവിടുന്ന് വഴിപാട് മുറിച്ചിട്ടുണ്ടായി. അപ്പം അവർ പറഞ്ഞു തൊഴുത് ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് കുട്ടിക്ക് ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നമ്മൾ ആ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങി. കുറേ ഒരു 5 വർഷം ആയി കാണും ഇവിടെ വന്നിട്ട്, കുറേ മുന്നേ വന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളിലേക്ക് എങ്ങനെയാണ് തൊഴേണ്ടത് എന്നുള്ള കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രതിഷ്ഠ ഏകദേശം ഒരു 1.5 കോടി രൂപയോളം വരുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നടക്കുന്നുള്ള വിശ്വാസം എല്ലാവരിലും ഉണ്ട്. അതേപോലെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ, അതായത് കുറേ നാളായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വരാൻ പറ്റുന്നില്ല. 3-4 വർഷമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ദേവി വിളിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ മൂകാംബികയും അങ്ങനെയല്ലേ? മൂകാംബികയിലും അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദേവി വിളിച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ എന്ന്. ആവി ഇടുന്ന വിശന്നാ ചോറ് തന്നേന് ആവി ഇട്ട് പോയി. നമ്മൾ പണ്ടൊക്കെ ഇവിടെ വന്ന് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇവിടുന്ന് വാങ്ങുന്ന ഒന്നാണ് എരിവുള്ള ഒരു ഉണ്ണിയപ്പം. അത് എല്ലാവരും ഇവിടുന്ന് വാങ്ങുന്ന ഒന്നാണ്. അപ്പം ഇപ്രാവശ്യവും വന്നപ്പോൾ നമ്മൾ അത് മുടങ്ങാതെ വാങ്ങിയിട്ടുണ്ടായി. നമ്മൾ കൂത്തുറമ്പ് അവിടുന്ന് മട്ടന്നൂർ റൂട്ടിൽ പോയി അവിടുന്ന് ഉരുവച്ചാലിൽ നിന്ന് വലത്തോട്ടേക്ക് തില്ലങ്കേരി എത്തിയ പിന്നെ അവിടുന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ മുഴക്കുന്ന് എവിടെയാണെന്ന് പറഞ്ഞുതരും. കുറച്ചേ ഉള്ളൂ, ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ, അവിടുന്ന് അടുത്താണ്. ഇവിടെ നവരാത്രി ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഉത്സവമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നല്ല 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 പരിപാടികളൊക്കെ ഉണ്ടാവലുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും ആ സമയം. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിട്ടില്ല, ലാലേട്ടൻ വന്നിട്ട് പോകുന്നത് ന്യൂസിൽ കണ്ടിട്ടുണ്ടായി. അതേപോലെ തന്നെ പ്രധാനമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാട് കണ്ടിട്ടുള്ളത് എള്ള് തിരി ഇങ്ങനെ കത്തിക്കുന്നതാണ്. അത് ഞാൻ ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായി. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. അതാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ലാസ്റ്റ് കുറേ നാളായിട്ട് ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നതാണ് ഇവിടുന്ന് ചോറ് കൊടുക്കണം എന്നുള്ളത്. അപ്പം പിന്നാവട്ടെന്നൊക്കെ വെച്ച് ഇങ്ങനെ ലേറ്റാക്കിയിരുന്നതാ. അപ്പം മോളും വലുതായി അങ്ങനെ. അപ്പം അതേതായാലും ഇന്നത്തോടെ ആഗ്രഹം അവിടെ നിറവേറി. നമ്മളെ ഇപ്രാവശ്യം ഞാനാ ചോറ് കൊടുത്തിട്ടുണ്ട്. ഷിബിന് എന്ത് ചെയ്ത് സമ്മതിച്ചിട്ടുണ്ടായിട്ടില്ല. മോൻ്റെതും മോളതും എല്ലാം ഷിബിന് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി, നീ തന്നെ കൊടുത്തോ, ഇത് ഞാൻ കൊടുക്കുന്നില്ല, നീ കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനാ കൊടുത്തിട്ടുണ്ടായത്. അതേതായാലും എനിക്കൊരു പുതിയ അനുഭവമായി. കുറച്ച് ചോറും പിന്നെ ഒരു നല്ല മധുരമുള്ള ഒരു പായസമാണ്. അതും പിന്നെ തേന്, അങ്ങനെയുള്ള ഒരു 3 സാധനം ഉണ്ടായിട്ടുണ്ട്. അതും 3 കൊടുക്കാൻ പറയുന്നുണ്ട്. എല്ലാം നമ്മളൊരു 3 പ്രാവശ്യം പേര് വിളിച്ചതിന് ശേഷം 3 പ്രാവശ്യം എല്ലാം ഒന്ന് വായിലൊന്ന് തൊട്ടുകൊടുക്കും. നമുക്ക് ശേഷം അതേപോലെ തന്നെ വേറെ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ഈ പറശ്ശിനിയിലൊക്കെ പോകുന്ന പോലെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സമാധാനത്തോടെ നമുക്ക് മെല്ലനെ കൊടുക്കാം. അതേപോലെ പൂജാരി നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, ഇന്നത് ചെയ്തോളൂ എന്ന്. എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം ഇങ്ങോട്ട് ഭയങ്കര ഒരു കഴിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടെങ്കിലും പിന്നെ അതങ്ങ് ശരിയായി. മധുരം വായിൽ കിട്ടിയാലും എന്നാൽ കുറച്ച് കഴിക്കാന്നുള്ള രീതിയിൽ വന്ന് പിന്നെ ഞാൻ കൊടുത്തതിന് ശേഷം അമ്മയും അനഘയും അതേപോലെ തന്നെ ഷിബിനും കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തു കൂടി തൊഴാനുണ്ടേനും.
അങ്ങനെ അവിടുന്ന് തൊഴുത് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ അറിയാലോ, കുട്ടികളും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ആകെ ഒരു കുഞ്ഞു ഷോപ്പ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് 2-3 സാധനങ്ങൾ, കാറും അതുപോലെ എന്തൊക്കെ 2-3 സാധനങ്ങൾ ആ സമയത്ത് വാങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് മണ്ഡലകാല സമയമായതുകൊണ്ട് തന്നെ കുറേ നമ്മളെ സ്വാമിമാരൊക്കെ വന്നിട്ട് തൊഴുത് പോകുന്നുണ്ട്. ഈ സ്വാമിമാർ ഈ സമയത്ത് ഓരോ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ദർശനം നടത്തുമല്ലോ ഈ ടൈമിൽ. അതുകൊണ്ട് കുറേ സ്വാമിമാർ ഇവിടെ വന്ന് ദർശനം നടത്തുന്ന കണ്ടിട്ട് അതെല്ലാം ഭയങ്കര കൗതുകമുള്ള കാര്യമാണല്ലേ. ഈ 3 പ്രാവശ്യവും ഇവിടുന്ന് കൊണ്ടുപോയ പ്രതിഷ്ഠ കൊണ്ടുപോയ കള്ളന്മാർക്ക് അത് അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ കരുതി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ട് പോലീസിനെ അറിയിച്ച് അങ്ങനെ ഒരു പ്രാവശ്യം അത് പാലക്കാട്ടിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റേണ്ടത് അവിടെ തന്നെ റോഡിൽ തന്നെ ഉപേക്ഷിച്ച് അതിലൊരു എഴുത്തും എഴുതി വെച്ചു, ഇങ്ങനെ ഇത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ്, അവിടെ കൊണ്ടുപോയി വെച്ചേക്കൂന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഇത് ഒരു 2-3 പ്രാവശ്യം തന്നെ ഇങ്ങനെ കട്ടുകൊണ്ടുപോയി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു ഭയങ്കര അത്ഭുതമാണല്ലേ, ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റാണ്ട് വീണ്ടും അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക എന്നെല്ലാം പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ. അപ്പം വരുന്ന സമയത്ത് അവിടുന്ന് അടുത്താണ് പുരളിമല മുത്തപ്പൻ്റെ ക്ഷേത്രം വരുന്നത്. അപ്പം അമ്മ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം മോള് അധികം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഞാൻ കുറച്ച് കുറുക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അത് നല്ല തണുത്തു പോയിട്ടുണ്ടായി. അപ്പോൾ അവൾ അത്രേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടൊക്കെ പോയി എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവില്ലേ. അതുകൊണ്ട് നമ്മളെല്ലാം പിന്നെ വരുമ്പോൾ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായി. ഇമ്മു മാത്രം ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് നേരം പിന്നെ എപ്പോഴെങ്കിലും പോകാലോ എന്ന് വെച്ച് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചോറും കൊടുത്ത് നല്ല മനസ്സമാധാനത്തോടെ ഇറങ്ങി.